രാജ്യമൊന്നടങ്കം ഞെട്ടിയ അവയവക്കടത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് തയ്യാറാകുന്നു. എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. പ്രതി സാബിത്ത് നാസർ ഇറാനിലേക്ക് കൊണ്ടുപോയ പാലക്കാട്ടെ ഷമീർ ബാങ്കോക്കിലുണ്ട് എന്ന് പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട്. അവയവക്കടത്തിന്റെ പ്രധാന കണ്ണി ഹൈദരാബാദിലുണ്ടെന്നും പ്രതിയുടെ മൊഴിയുണ്ട്. ചിലപ്പോൾ ഹൈദരാബാദിലേക്കും അന്വേഷണം നീണ്ടുപോയേക്കാം. അവയവക്കടത്തിന്റെ ചുരുളഴിക്കാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂർ സ്വദേശി സാബിത്ത് നാസറിൽ നിന്ന് അന്വേഷണം ആരംഭിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസ്. സാബിത്ത് നൽകിയ മൊഴിപ്രകാരം ഹൈദരാബാദിലാണ് അവയവക്കടത്തിലെ പ്രധാന കണ്ണി ഒളിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രയെത്ര ഇരകളെ ഇത്തരത്തിൽ അവയവക്കടത്തിനായി ഇറാനിലേക്ക് എത്തിച്ചു എന്നുള്ളതും പോലീസ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സെൻസിറ്റീവ് കേസാണോ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണോ. ഓക്കെ, നിർധനരായ ആളുകളെയും സ്ത്രീകളെയുമാണ് അവയവക്കടത്ത് സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ തീർത്തു തരാമെന്ന് പറഞ്ഞ ഇവരെ വിശ്വസിപ്പിക്കും. പിന്നാലെ വ്യാജരേഖകൾ ചമച്ച ഇവരെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാണ് രീതി. ഇറാനിലേക്ക് കയറ്റി അയച്ച ആളുകൾക്ക് 6 ലക്ഷം രൂപ വരെയാണ് പരമാവധി നൽകിയിട്ടുള്ളത്. താമസിക്കാനുള്ള സൗകര്യവും ചികിത്സാ ചിലവുമെല്ലാം ഇത്തരക്കാർ തന്നെ കൈമാറും. സാബിത്ത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് പോലീസിന്റെ അടുത്ത നടപടി. അതിനുശേഷം ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും അന്വേഷണം നടത്തും. കൂടുതൽ ഇരകളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് സ്വദേശി ഷമീറിലേക്ക് എത്തുക എന്നതാണ്. ഇതിനോടകം തന്നെ ഷമീർ എവിടെയുണ്ട് എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ഇരകൾ സാബിത്തിനെതിരെ പരാതിയുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അദ്ദേഹം ബാങ്കോക്കിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് 1 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ വിഷ്വലും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ പ്രചരിച്ചപ്പോൾ അത് ഇവനാൽ ബാധിക്കപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിത് സൂചന തന്നത്. എന്ന ഭാഗത്ത് ഉണ്ടായിരുന്നെന്ന് 1 മാസം മുമ്പ് ഫോൺ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് സാബിത്ത് നാസർ. കൂടുതൽ പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇവർക്ക് സഹായം നൽകിയവരിൽ ഉന്നതരുണ്ടോ എന്നും പരിശോധിക്കണം. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് യഹിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.